എല്ലാവർക്കും നമസ്കാരം. HSC സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു പോർഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇപ്പോൾ HSC സോഷ്യൽ സയൻസ് മാത്രമല്ല, ഒട്ടുമിക്ക PSC എക്സാംസിലും വളരെ പ്രധാനമായിട്ട് ചോദിച്ചു വരുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലെ കണ്ടൻസും ആണ്. അപ്പോൾ കൃത്യമായിട്ട് കേട്ട് നന്നായിട്ട് മനസ്സിലാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണകൂടത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങളെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, എന്തിനായിരിക്കും ഉപദേശങ്ങൾ കൊടുക്കുന്നത്? നമ്മളൊരു ഉപദേശം കൊടുക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ടിന് വേണ്ടി ആയിരിക്കുമല്ലോ എപ്പോഴായാലും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുന്നത് നമുക്കൊരു ക്ഷേമ രാഷ്ട്ര സങ്കല്പം മുന്നിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നല്ല രീതിയിൽ, അതായത് എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിക്കുക, അതിലൂടെ നമുക്കൊരു വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഈ ഉപദേശങ്ങൾ കൊടുത്തത്. അപ്പോൾ അതിനെ എല്ലാം കൂടി ചേർത്ത് നമ്മുടെ അനുച്ഛേദം 36 മുതൽ 51 വരെയാണ് നമ്മൾ മാർഗനിർദ്ദേശക തത്വങ്ങളായിട്ട് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണകൂടത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. അപ്പോൾ ഈ ഉപദേശങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുക. അത്രയേ ഉള്ളൂ. ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ നമുക്ക് വേണമെങ്കിൽ പറയാം, ഭരണഘടനാ നിർമ്മാതാക്കളുടെ സ്വപ്നങ്ങളാണ് ഇതെന്ന് പറയാം. കാരണം അവരുടെ സ്വപ്നമാണല്ലോ നമ്മുടെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയും നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഈ ഒരു മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ആശയം, നമ്മൾ പല ആശയങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്തതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഈ ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. അപ്പോൾ അയർലൻഡ് ഇത് എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിച്ചാൽ സ്പെയിനിൽ നിന്നുമാണ്. അപ്പോൾ അയർലൻഡിൽ നിന്ന് നമ്മൾ കടമെടുത്തു, അയർലൻഡ് സ്പെയിനിൽ നിന്ന് കടമെടുത്തു. അപ്പോൾ നമ്മുടെ PSC എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിനാണ്. അപ്പോൾ ആദ്യത്തെ രാജ്യം ചോദിച്ചാൽ അത് സ്പെയിനാണ്. നമ്മൾ കടമെടുത്തിരിക്കുന്നത് ചോദിച്ചാൽ അയർലൻഡ് ആണ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഓക്കെ. ദെൻ ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്, അതായത് ന്യായവാദത്തിന് അർഹമല്ല. എന്തായിരിക്കും അങ്ങനെ പറയുന്നതിന് കാരണം? ഇപ്പം നമ്മുടെ മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിച്ച് അത് സാധിച്ചെടുക്കാൻ പറ്റും. എന്നാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നമുക്ക് ഒരിക്കലും കോടതിയെ സമീപിച്ച് സാധിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇത് ന്യായവാദത്തിന് അർഹമല്ല എന്ന പേരിൽ എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു 36 മുതൽ 51 വരെയാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞു. അപ്പോൾ 37ലാണ് ഈ നോൺ ജസ്റ്റീഷ്യബിൾ എന്ന് പറയുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് നന്നായിട്ട് ഓർത്ത് വെക്കണം. നോൺ ജസ്റ്റീഷ്യബിൾ അല്ലെങ്കിൽ ന്യായവാദത്തിന് അർഹമല്ല എന്ന ഒരു ആശയം എവിടെയാണ്? അനുച്ഛേദം 37ലാണ്. നമുക്കിപ്പോൾ 36 മുതൽ 51 വരെ കണ്ടിന്യൂസ് പഠിക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ നമ്മുടെ PSC എക്സാമിന് വരുന്ന രീതിയിൽ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ. ദെൻ ഇത് വരാൻ കാരണമായ കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ സപ്രൂ കമ്മിറ്റിയാണ്. പിന്നീട് നമ്മുടെ ഭാഗം 4ലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെക്കുറിച്ച് കൂടുതലായിട്ട് അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പാർട്ട് 3 പാർട്ട് 1 ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പാർട്ട് 4ലാണ് 36 മുതൽ 51 വരെ അനുച്ഛേദങ്ങളിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ നിർവചിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ്
ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക്, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളെ ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് KT ഷായാണ്. മറന്നു പോകരുത്, KT ഷാ. നെക്സ്റ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു നോവൽ ഫീച്ചർ ആണ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു നോവൽ ഫീച്ചർ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി, രണ്ട് വിശേഷണങ്ങൾ മനസ്സിലായല്ലോ. ഒന്ന്, ബാങ്കിന്റെ സൗകര്യാർത്ഥം മാറാൻ കഴിയുന്ന ചെക്ക്, അത് പറഞ്ഞിരിക്കുന്നത് KT ഷായാണ്. നോവൽ ഫീച്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ദെൻ ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന് പറഞ്ഞത് KC വെയർ ആണ്. അപ്പോൾ മാർഗനിർദ്ദേശക തത്വങ്ങളെ ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KC വെയർ ആണ്. ഈ മൂന്ന് കാര്യങ്ങളും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അത് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മുടെ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണെന്ന് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റിന്റെ ഏജൻസികളും, അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, അവർ ചെയ്യേണ്ട ചുമതലകൾ എന്താണെന്നാണ് നമ്മൾ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനുച്ഛേദങ്ങൾ, അതായത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളവയാണ് ഇതെല്ലാം, അത് മാത്രം നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ, ആർട്ടിക്കിൾ 39A, അതായത് അനുച്ഛേദം 39A ആണ്. അത് പറയുന്നത് സാമ്പത്തികമോ മറ്റേതെങ്കിലും കഴിവില്ലായ്മയോ കാരണം ഏതൊരു പൗരനും നീതി ലഭിക്കത്തക്ക വിധം സൗജന്യമായി നിയമസഹായം ലഭ്യമാക്കണം. അതായത് നിങ്ങൾ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി, സൗജന്യ നിയമസഹായം ലഭ്യമാക്കുക. അപ്പോൾ അനുച്ഛേദം 39A എന്താണ് പറയുന്നത്? സൗജന്യ നിയമസഹായം ലഭ്യമാക്കുക. ദെൻ 39D, തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ വേതനം നൽകണം. അതായത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ബോത്ത് മെൻ ആൻഡ് വുമൺ. അപ്പോൾ തുല്യ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ വേതനം നൽകണം. അവരുടെ ഒരു രീതിയിലുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനും പാടില്ല. അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരേത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിക്ക് തുല്യമായ വേതനം കൊടുക്കണം. അതാണ് 39D. ഇനി അടുത്തത് 40 ആണ്. 40 പറയുന്നത് സ്വയംഭരണത്തിന്റെ അടിസ്ഥാനമായി ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. അപ്പോൾ അനുച്ഛേദം 40 പറയുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. മനസ്സിലായല്ലോ? ദെൻ 44, രാജ്യത്തിനാകമാനം ബാധകമായ ഒരു സിവിൽ നിയമ സംഹിത നിർമ്മിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 44 ആണ്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? ഗോവയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വച്ചേക്കാം. അടുത്തത് ആർട്ടിക്കിൾ 45, 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും, അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അതാണ് നമ്മുടെ അനുച്ഛേദം 45 പറയുന്നത്. ദെൻ 47 ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുകയും ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരങ്ങളായ മരുന്നുകളുടെയും ഉപയോഗം തടയുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മദ്യനിരോധനം. മനസ്സിലായല്ലോ? അപ്പോൾ അനുച്ഛേദം 47 പറയുന്നത് മദ്യനിരോധനത്തെ കുറിച്ചാണ്. ദെൻ 48 അനുച്ഛേദം 48 പറയുന്നത് കൃഷിയും മൃഗസംരക്ഷണവും ശാസ്ത്രീയമായി സംഘടിപ്പിക്കുകയും അവയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവയെ ഒന്നും നമ്മൾ കൊല്ലാൻ പാടില്ല, അതായത് മൃഗങ്ങളെ നമ്മൾ സംരക്ഷിക്കണം. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഗോവധ നിരോധനം. ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 48 പറയുന്നത് ഗോവധ നിരോധനം. നിങ്ങൾ ആ ഒരു വേർഡ് മാത്രം ഓർത്തിരുന്നാൽ മതി.
ബാക്കി കൃഷിയും മൃഗസംരക്ഷണവും നമുക്ക് ഓൾറെഡി, അപ്പോൾ ആ മൃഗസംരക്ഷണം ആവുമ്പോൾ നമുക്ക് ഓൾറെഡി വരും, കൃഷിയും മൃഗസംരക്ഷണമാണെന്ന് കണക്ട് ചെയ്യുക. ദെൻ അനുച്ഛേദം 48 പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഗോവധ നിരോധനം. 47 മദ്യനിരോധനമാണ്, 48 ഗോവധ നിരോധനമാണ്. കണക്ട് ചെയ്ത് പഠിക്കുക. ദെൻ 48A ആണ് രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കുക, പരിസരത്തെ സംരക്ഷിക്കുക, പരിസരം മെച്ചപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ 48A പറയുന്നത് എന്താണ്? പരിസ്ഥിതി സംരക്ഷണം. നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക, നമ്മുടെ പരിസരത്തെ സംരക്ഷിക്കുക. അതാണ് ആർട്ടിക്കിൾ 48A പറയുന്നത്. ദെൻ 49 ചരിത്രപരമായ പ്രത്യേകതകൾ ഉള്ളവയും ദേശീയ പ്രാധാന്യമുള്ളതുമായ എല്ലാ സ്മാരകങ്ങളെയും സംരക്ഷിക്കുക. ചരിത്രപരമായ സ്മാരകങ്ങളുടെ സംരക്ഷണമാണ് നമ്മൾ 49 പറയുന്നത്. ദെൻ 50 നീതിന്യായ വകുപ്പിനെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർപെടുത്തുക. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. അപ്പോൾ നീതിന്യായ വകുപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം? എക്സിക്യൂട്ടീവിൽ നിന്നും കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? വേർപെടുത്തുക. അതാണ് 50. ദെൻ ലാസ്റ്റ് 51 അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷിതത്വം എന്നിവ ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ അന്തർദേശീയ തർക്കങ്ങൾ മാധ്യസ്ഥം മുഖേന പരിഹരിക്കുക. ഒരു ക്ലോസ് ഇട്ടിട്ടുണ്ട്, അതായത് എന്നിവയ്ക്കായി ശ്രമിക്കുക. മനസ്സിലായോ? അപ്പൊ അന്തർദേശീയ തർക്കങ്ങൾക്ക് മാധ്യസ്ഥം മുഖേന പരിഹരിക്കുകയും വേണം, പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം. ഇൻ കേസ് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിരിക്കണം. അതാണ് എന്ത് പറയുന്നത്? 51 പറയുന്നത്. അപ്പൊ അനുച്ഛേദം 51 അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും, ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റിയെ കുറിച്ച് പറയുന്നത്.